എങ്ങനെയാണ് മറച്ചു വിരിക്കുന്നത് എന്നെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടക്കണം. നേരത്തെ 2 അഡ്വക്കേറ്റുമാരാണ് ഇതിന്റെ കരാറുകൾ ഒപ്പിട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ആ അഡ്വക്കേറ്റുമാർക്ക് ആരധികാരം കൊടുക്കും? അങ്ങനെ വഖഫ് സ്വത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും നിയമപരമായ അവകാശമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇവിടെ ഇപ്പോ മുനമ്പം വിഷയം എടുത്ത് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട കുറച്ച് ആളുകളെ അവിടെ ഇറക്കിവിടാനുള്ള ശ്രമമാണ് എന്ന രീതിയിലാണ് പ്രചാരണം നടക്കുന്നത്. ഒരിക്കലും തന്നെ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഇറക്കിവിടുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല. വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ തുടരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ മുനമ്പത്ത് വൻകിട മാഫിയ അവിടെ ബാറും അതുപോലെ റിസോർട്ടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത അവർക്കുണ്ട്. UDFന്റെ നേതാവും പ്രതിപക്ഷ നേതാവും എന്ന നിലക്ക് തന്നെ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമാണ് മുനമ്പം സംബന്ധമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ്. എന്നാൽ എന്താണ് ആ ആലോചനയിലെ വിഷയം എന്ന് തുറന്നു പറയാനുള്ള തന്നെയും VD സതീശൻ കാണിക്കണം. എന്താണ് ആ രഹസ്യ ചർച്ച എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗ് എക്കാലത്തും സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളാണ്. ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ കാലഘട്ടങ്ങളിലും അവർ സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു. നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ തർക്ക സ്ഥലത്താണ് അന്ന് തറക്കിലെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചവരാണ് മുസ്ലിം ലീഗുകാർ. ബാബരി മസ്ജിദ് തകർക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് സംരക്ഷിക്കും, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചവരാണ് മുസ്ലിം ലീഗുകാർ. അവസാനം ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ആ ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 6-ാം തീയതി വിദ്യാലയത്തെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയുണ്ടായി. ഐക്യരാഷ്ട്ര സംസ്ഥാന കമ്മിറ്റി എല്ലാ ഡിസംബർ 6-ാം തീയതിയും ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി അതിനെ കൊണ്ടാടാറ്. കാരണം വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്വത്തും കൈകാര്യം ചെയ്യാൻ ആർക്കും തന്നെ അധികാരമില്ലാത്തതാണ്. വളരെ നിർബന്ധിതമായ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം ചില സാഹചര്യങ്ങൾ സംജാതമായാൽ തന്നെ അത് വാക്യത്തിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാകാത്ത തരത്തിൽ അത് ഉപയോഗപ്പെടണം എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പം മുനമ്പത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഗൗരവപരമായി ചിന്തിക്കണം. നമ്മുടെ കോഴിക്കോട്ട് പോലും വഖഫ് സ്വത്തുക്കൾ വ്യാപകമായി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിരവധി കേസുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ എവിടെയാണ്, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കണം. ദീർഘകാലം വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ ഒത്താശയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന കാര്യം തീർച്ചയാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിം ലീഗിനാണ്. ആ മുസ്ലിം ലീഗിന്റെ അറിവോടെയും സമ്മതത്തോടു കൂടിയല്ലാതെ ഈ ക്രിയവിക്രയങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും നിരന്തരമായി ഈ വഖഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിയാണെങ്കിലും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരായ AT മുഹമ്മദ് ബഷീറും അതുപോലെ ഷാജിയും ഒരു നല്ല പ്രസ്താവന ഇറക്കുകയുണ്ടായി. കാരണം ആ ഭൂമി വഖഫിന്റേതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അങ്ങനെ സംശയമില്ലാത്ത ഒരു ഭൂമിയിൽ